സാർ ഒരു 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 നടൻ അല്ലെങ്കിൽ ഞാൻ താരസംഘടനയുടെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ നിലകളിൽ അങ്ങേ പലതവണ ഞാൻ അടുത്തിടപഴകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഏതാണ്ട് സാറിന് 30 വർഷം മുമ്പായിരിക്കാം കാണുന്നത്. അന്നും ഇന്നും അങ്ങയുടെ പെരുമാറ്റത്തിലോ രൂപഭാവാദികളിലോ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് എങ്ങനെയാണ് സാധിച്ചെടുക്കുന്നത്? കാര്യം ഒരുപക്ഷെ അങ്ങ് പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും അല്ലെങ്കിൽ മന്ത്രിയായതും പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെല്ലാം അങ്ങയുടെ ഇടപെടൽ ഒരുപോലെ തന്നെയാണ്. നല്ല ഒരു കരുതലുള്ളതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. സാധാരണ മനുഷ്യരുടെ കാലം ചെല്ലുമ്പോൾ അവരുടെ പദവികൾക്കും വളർച്ചയ്ക്കും ഒത്ത് പല മാറ്റങ്ങളും കാണാറുണ്ട്. പക്ഷെ അങ്ങയിൽ ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മൾ കാണേണ്ടത്, നമ്മൾ ഏത് സ്ഥാനത്തിരിക്കുന്നതായാലും അതൊരു പ്രത്യേക നിയോഗത്തിൻ്റെ ഭാഗമാണെന്ന് കാണേണ്ടതേ ഉള്ളൂ. എപ്പോഴും അവിടുന്ന് മാറേണ്ടതായിട്ട് വരാം. ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആ മാറ്റത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അന്ന് ഇപ്പോൾ മാറണം എന്ന് പറഞ്ഞാൽ ആ മാറുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകരുത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഞാൻ വൈദ്യുതി മന്ത്രിയായിട്ടാണല്ലോ മന്ത്രിസഭ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചെറിയ മക്കളാണെന്ന്. വൈദ്യുതി മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഇവിടെ തന്നെയായിരുന്നു, ഇൻഡസ്ട്രി ആയിരുന്നു. നേരെ നിങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ താമസിച്ച വാടക വീട്ടിൽ, ആ വാടക വീട്ടിലേക്ക് മാറി. ഒരു പ്രയാസവും കുട്ടികൾക്ക് പോലും ഉണ്ടായില്ല. നല്ല എന്താണോ, അപ്പം നമ്മൾ എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും അതിൻ്റെ ഭാഗമായി മാറാനും കഴിയണം. എനിക്ക് അങ്ങനെയൊരു നിലയാണ് എപ്പോഴും ഉള്ളത്. വല്ലാതെ എന്തെങ്കിലും മോഹിക്കുന്ന കാര്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും സംതൃപ്തനാണ് ഞാൻ. ഇത് ബോധപൂർവം നിലനിർത്തുന്നതാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചാണോ അതോ കുട്ടിക്കാലത്ത് അമ്മയുടെ ആ ഒരു കരുതൽ അന്നത്തെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ചായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട് അതിൽ. ഈ ചെറുപ്പത്തിൽ ധാരാളം ഈ മറ്റ് കഥകൾ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് വായന അറിയില്ലെങ്കിലും പഴയ തച്ചോളി പാട്ടൊക്കെ അമ്മയ്ക്ക് നല്ലോണം അറിയാം. അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടിത്തരുമായിരുന്നു. എന്നാൽ ഞാൻ വായന പഠിച്ചതിന് ശേഷം രാമായണം, കൃഷ്ണപ്പാട്ട്, ഭാരതം അങ്ങനെയൊക്കെയുള്ളത് അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിലൂടെ അന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ചില ആശയങ്ങളുണ്ടാകും. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാനിടയുണ്ടാവും. അതുകൊണ്ടായിരിക്കാം വലിയ മറ്റു മോഹങ്ങൾ അധികം ഇല്ലാതെ വരുന്നത്. വലിയ കർക്കശക്കാരൻ എന്നൊരു പേരുണ്ടത്. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അപ്പം എൻ്റെ കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.